ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മത്തങ്ങ കൊണ്ട് വന്നിരിക്കുക. നമുക്കിന്ന് മത്തങ്ങ കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം. അപ്പം അതിന് മത്തങ്ങ വേണം, ഒരു ശകലം വൻപയർ വേണം. വളരെ കുറച്ച് വൻപയർ ഞാനൊരു 1 മണിക്കൂറായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വേണ്ട, ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് ഇട്ടുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പം അതൊന്ന് വീർത്ത് വരുമല്ലോ, അതങ്ങനെ വന്നതാണ്. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 1/2 ഗ്ലാസ് ഉണ്ട്, ചെറിയ ഗ്ലാസ്സിനുമാണ്. അതാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഈ വൻപയർ ഒന്ന് കുക്കറിലിട്ടൊന്ന് ആദ്യം ഒന്ന് വേവിക്കാം. അപ്പം ഞാൻ ഇത് ആദ്യം ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിക്കട്ടെ. അപ്പോൾ ഇത് വേവിക്കാൻ നേരത്ത് ഞാൻ ശകലം ഉപ്പും കൂടി ഇട്ട് വേവിക്കും. അപ്പം ഞാൻ വൻപയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. തലേദിവസം വൻപയർ ഇട്ടിരുന്നെങ്കിൽ പെട്ടെന്ന് വെന്തേന്. ഞാൻ ഓർത്തില്ല, മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം രാവിലെ കാപ്പി ഉണ്ടാക്കാൻ നേരത്താണ് വൻപയർ എടുത്ത് വെള്ളത്തിലിട്ട്. ഇനി നമുക്ക് മത്തങ്ങ അരിഞ്ഞുകൊണ്ട് വരാം. അതിന് മത്തങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞുകൊണ്ട് വരാം. ഞാൻ മത്തങ്ങ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതേണ്ട ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ഞാൻ കുക്കറിലിട്ടങ്ങ് വേവിക്കും. കുക്കറിലൊരു ശകലം വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ മതി, അത് വെന്തോളും. ശകലം വെള്ളം ഒഴിച്ചു. അല്പം ഉപ്പിട്ടു. പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കാം ഉപ്പ് കൂടുതലൊക്കെ. അപ്പോൾ ഈ മത്തങ്ങ വേവിക്കുമ്പം നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം മതിയേ, മഞ്ഞൾപ്പൊടി ചേർത്ത് അങ്ങ് വേവിക്കാം. അപ്പോൾ ഇത് മത്തങ്ങ അടുപ്പത്ത് കയറിയിട്ടുണ്ട്, വൻപയർ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കണം. തേങ്ങ അരയ്ക്കാനായിട്ട് നമുക്ക് തേങ്ങയ്ക്കകത്തോട്ട് ഒരു 2-3 ചുവന്നുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് നമുക്കിത് ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് അങ്ങ് അരയ്ക്കണം. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മതി. മുളക് പൊടിയും ചേർത്ത് നമുക്കതിങ്ങ് അരച്ചെടുക്കണം. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ നെയ്യ് പോലെ അങ്ങ് അരയണമെന്നില്ല, ഒരു ശകലം. ഞാൻ അതിൻ്റെ അരപ്പ് കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ അരച്ചാൽ മതി. ഞാനിത് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ കാണാമല്ലോ അല്ലേ, തേങ്ങ നോക്കിക്കേ, ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ തോരൻ്റെ രീതിയിലുമല്ല, എന്നാൽ ഇച്ചിരി കൂടെ അരഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതി നമ്മൾ നമ്മൾ അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് തേങ്ങ ശകലം വറുത്തിടണം. അപ്പം നമുക്കൊരു ശകലം തേങ്ങ വറക്കണം. ഒരു ഏകദേശം ഒരു കപ്പിന് 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുത്തിടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. തേങ്ങ അരപ്പ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല.
ഒത്തിരി ഡാർക്ക് ആവണ്ട, ഒരു ബ്രൗൺ നിറം വരണം, അത്രേ ഉള്ളൂ. അല്ലെ കരിഞ്ഞു പോകരുതേ. തേങ്ങ ഇളക്കുമ്പോൾ തേങ്ങയുടെ ചുവട്ടിൽ തന്നെ നിന്നാൽ മതി, അപ്പോൾ അത് കരിയത്തില്ല. ഇട്ടിട്ട് പോയിട്ടുണ്ട് അത് കരിയും. ഞാൻ മറ്റേ തൈര് സാദമൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കുമ്പളങ്ങ കറി മറ്റേതൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല, എന്നാലും കൂടുതൽ കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി എനിക്ക്. നമ്മുടെ അടുക്കളയിൽ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ പുറത്ത് ഇത്രയും പേര് നമ്മളുടെ വീഡിയോ കണ്ടു, അത് ചെയ്തു എന്നൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വേറെ കണ്ടു എന്ന് നമുക്ക് വ്യൂസ് കാണുമ്പോൾ അറിയാമല്ലോ. അത് വളരെ സന്തോഷം തോന്നി. നമ്മൾ ശരിക്കും ഇത് ചെയ്ത് അങ്ങനെ നമ്മൾ തുടങ്ങി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ട്, വീഡിയോ എടുക്കുന്നതിൻ്റെ അത് ഇതൊക്കെ ആയിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അതൊക്കെ തുടക്കമല്ലേ, ഒത്തിരി ആയൊന്നുമില്ലല്ലോ. പക്ഷെ എന്നാലും നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് അത്രയും പേര് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അപ്പം നമ്മൾക്കൊപ്പം ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുമ്പളങ്ങ കൊണ്ടൊരു ഹൽവ ഇട്ടിരുന്നു. അത് അത്ര വലിയ വ്യൂ ഒന്നും വന്നില്ല. പിന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇല്ലേ, അപ്പം നമ്മൾ തന്നെ അത് ഉണ്ടാക്കി, എപ്പോഴും ഒന്നും കുമ്പളങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കത്തില്ലല്ലോ. നെയ്യും ശർക്കരയും ഒക്കെ ശരീരത്തിന് ചീത്തയാണ്. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ വന്ന് മധുരമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കും. ഇവിടെ മറ്റേ ഞാൻ എന്നും വൈകിട്ട് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പരിപാടിയെല്ലാം നിർത്തി. മിന്നുകുട്ടിയെ ഇപ്പം ജിമ്മിനൊക്കെ വിട്ടു തുടങ്ങിയതിന് ശേഷം ഈ പരിപാടികളൊക്കെ ഒത്തിരി കുറച്ചു. മറ്റേത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. ഞങ്ങളുമൊക്കെ തന്നെ അതൊക്കെ നിർത്തി. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഉണ്ടാക്കലൊക്കെ ഒത്തിരി നിർത്തി. തേങ്ങ ഏകദേശം രണ്ട് മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടോ? ഇത്ര മൂത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ശകലം കുരുമുളക് പൊടി, ഇതിലൊരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ എന്താണ്ട് മത്തങ്ങായും വൻപയറും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ശകലം മത്തങ്ങ വെന്തതിൻ്റെയൊക്കെ ഒരു ഇച്ചിരി വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റണം. നമുക്കപ്പോൾ തേങ്ങ ഇട്ടേക്കാം. ഒരുപാട് നമ്മൾ ശക്തിയായിട്ട് അങ്ങ് ഇളക്കണ്ട. ആ മത്തങ്ങയൊക്കെ ഏകദേശം അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഉപ്പും എരിവും ഒക്കെ ഒരു സ്വല്പം കൂടെ ആയാലും കുഴപ്പമില്ല. ചോറിനകത്ത് നമ്മൾ ഇതൊരു കൂട്ടാൻ പോലല്ല, കറി പോലെ പുളിശ്ശേരിയും ഒക്കെ നമ്മൾ ഒഴിക്കുന്ന പോലെ ഒഴിച്ചു കൂട്ടുന്ന ഒരു കറിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു മീൻ വറുത്തത് വേണം, വേറെ ഒന്നും വേണ്ട എനിക്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ പൂജയുടെ ഇതല്ലേ, അപ്പം നമ്മൾ മീൻ കൂട്ടുന്നില്ലല്ലോ, അപ്പം അത് കാരണം മീൻ വറുക്കാനൊന്നും സാധ്യതയില്ല. വേറെ എന്തെങ്കിലും പരിപാടി നോക്കണം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്
ഇത് അങ്ങോട്ട് ചോറിലോട്ട് ഒഴിച്ച് ഒരു മീൻ വറുത്തത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മീൻ വറുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് പീസ് മീനുണ്ടല്ലോ, അങ്ങനത്തെ മീൻ ഇതിലൂടെ വറുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു കൂട്ടാനും എനിക്ക് വേണ്ട. അത്യാവശ്യം തിളയൊക്കെ വന്നിട്ടുണ്ട്, കണ്ട. അത്യാവശ്യം തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തത് അതിലേക്ക് ഇടാവേ. തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് താളിക്കണം. അതിന് നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും. കടുക് താളിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ചുമ്മാ പറയുന്നതല്ല, വളരെ ടേസ്റ്റിയാണ്. ചോറിനകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കുക, കഴിക്കുക. ഞാനിത് അല്ലാതെ കാണിക്കാവേ. ഇതാ നോക്കിക്കേ, എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ചോറിനകത്തോട്ട് എടുത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. അപ്പോൾ എല്ലാവരും, ഉണ്ടാക്കാത്തവരെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ ഇതൊക്കെ ഇച്ചിരി വെള്ളം വേണമെന്ന് തോന്നുന്നവർക്ക് നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ മത്തങ്ങായും ഈ പയറും ഒക്കെ വേവിക്കുമ്പോൾ ഇച്ചിരി വെള്ളത്തിൽ വേവിക്കണമെങ്കിൽ വേവിക്കാം, വെള്ളം വേണമെന്നുള്ളത്. ഞങ്ങൾക്കിവിടെ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് എരിശ്ശേരി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്ത് തരിക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു.